ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ചൂലുകൾ എങ്ങനെ സൂക്ഷിക്കാമെന്നാണ്. ഇതൊരു പ്ലാസ്റ്റിക് ചൂലാണ്. നമ്മൾ ഇതുപോലത്തെ പുൽച്ചൂല് വാങ്ങിക്കാറില്ലേ, അതുപോലെ പുൽച്ചൂല് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അരിക്ക് ഭാഗമൊക്കെ നമ്മൾ കുറച്ച് അടിച്ച് കഴിയുമ്പോൾ അതങ്ങ് ഒടിഞ്ഞു പോകും അല്ലേ. പുൽച്ചൂലാണെങ്കിൽ അങ്ങനെ ഒടിഞ്ഞ് അവസാനം ഒന്നുമില്ലാത്ത ഒരു പരുവമാകും. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ചൂലാണ്. പ്ലാസ്റ്റിക് ചൂലാണെങ്കിലും അതിൻ്റെ അരികു ഭാഗമൊക്കെ ഇതുപോലെ ഒടിഞ്ഞ് കിടക്കും. അത് പോകത്തില്ല പ്ലാസ്റ്റിക് ആയത് കാരണം. പുൽച്ചൂലാണെങ്കിൽ അത് ഒടിഞ്ഞ് നുറുങ്ങി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പുൽച്ചൂലാണെങ്കിൽ നമുക്ക് ധാരാളം ചൂലുകൾ ഇങ്ങനെ മാറി മേടിക്കേണ്ടി വരും. ഇങ്ങനെ ഒടിഞ്ഞു പോയാൽ അവസാനം ഒന്നും ഉണ്ടാകത്തില്ല. അടിക്കാൻ നേരത്ത് ഭയങ്കര പാടായിരിക്കും. അത് അങ്ങനെ ഓർത്താണ് പ്ലാസ്റ്റിക് ചൂല് വാങ്ങിച്ചത്. പ്ലാസ്റ്റിക് ചൂല് വാങ്ങിച്ചിട്ടും അങ്ങനെ തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കും. അതുപോലെ തന്നെ അതിൻ്റെ നടുഭാഗം അങ്ങ് വിടർന്നു പോകും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവറില്ലേ, ആ കവറ് കൊണ്ട് നമുക്കിതുപോലെ അത് പൊതിഞ്ഞെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾക്ക് എന്തോരം ഭാഗം അത് നേരെ ഇരിക്കണം, ആ ഒടിഞ്ഞ ഭാഗമൊക്കെ ഇതുപോലെ നേരെ വെച്ച് ഇതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ദൂരെ കളയുന്ന പ്ലാസ്റ്റിക് കവർ ആണിത്. അപ്പം അതുപയോഗിച്ച് നമുക്കിതുപോലെ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ അറ്റഭാഗമൊക്കെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ പിടിക്കുന്ന വശത്തെ ഉള്ളിലേക്കൊക്കെ കയറ്റി ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ളത് നല്ല ടൈറ്റായിട്ട് മുറുക്കി ഇങ്ങനെ പിടിക്കാം. ഉണ്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ അത് ഒതുങ്ങിയിരുന്നോളും. അതുപോലെ തന്നെ അതിൻ്റെ അരികിലുള്ള പുൽച്ചൂലാണെങ്കിൽ അതൊന്നും ഒടിഞ്ഞു പോകത്തില്ല. പ്ലാസ്റ്റിക് ചൂലാണെങ്കിൽ അത് ഒടിഞ്ഞു കിടന്നതൊക്കെ നേരെ ഇരുന്നോളും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം, ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് പൊതിയണം. അതൊന്ന് പതുക്കെ ഇങ്ങനെ ഇതുപോലെ ആ പ്ലാസ്റ്റിക് കവർ ഉള്ളിൽ പോകുന്ന വിധത്തിൽ ഇതുപോലെ പൊതിഞ്ഞെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ. അതിനുശേഷം നമുക്ക് അയൺ ബോക്സ് എടുക്കാം. നമ്മളുടെ തേപ്പോട്ട് ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ചൂട് വേണം. നമ്മൾ അതിന്മേലൊന്ന് പിടിപ്പിക്കാനായിട്ടാണ്. നമ്മളുടെ അയൺ ബോക്സിന് നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾക്ക് ആ അയൺ ബോക്സ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾക്ക് പതുക്കെ തേച്ച് കൊടുക്കണം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. മറിച്ച് ആ ചൂട് അതിന്മേൽ നന്നായിട്ട് പിടിപ്പിക്കണം. നമുക്കിതുപോലെ മറിച്ച് കൊടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ചൂട് വരുന്ന വിധത്തിൽ നമ്മൾക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഉൾഭാഗത്തെ പ്ലാസ്റ്റിക് കവറ് നമ്മളുടെ ചൂലിൽ നന്നായിട്ട് ഒട്ടിച്ചേർന്ന് പോകാത്ത വിധത്തിലാകണം. ആ ഒരു രീതിയിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അമർത്തി നമ്മൾ തുണിയൊക്കെ അയൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളുടെ പ്ലാസ്റ്റിക് കവറിൽ നേരെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉരുകി തേപ്പോട്ടിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ. നന്നായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും എല്ലാ ഭാഗത്തും ആ ചൂട് നന്നായിട്ട് ചെല്ലണം. നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം ഏത് പരുവായെന്ന്. ആയിട്ടില്ല. ഇനി നമുക്ക് അതൊന്നും കൂടി നന്നായിട്ട് ചേർത്ത് വെച്ച് തേച്ച് കൊടുക്കാം. അത് ശരിക്ക് പിടിച്ചിട്ടില്ല. ഞാൻ പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് ശരിയായിട്ടില്ല. സ്വല്പം കൂടിയൊക്കെ പിടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആ പേപ്പർ നന്നായിട്ടൊന്ന് മടക്കി വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി നല്ല ചൂടോടുകൂടി അയൺ ബോക്സ് കുത്തിവെച്ചിരിക്കുകയാണ്. കുത്തിവെച്ച് നല്ല ചൂടാതിന് ശേഷം വേണം ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ചൂട് അതുമേൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ ചൂലിൽ ആ പ്ലാസ്റ്റിക് ഷീറ്റ് നന്നായിട്ട് ഒട്ടിച്ചേർന്ന് പിടിച്ച് കിട്ടണം നമുക്ക്.
അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ പേപ്പർ ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് അറ്റത്ത് അരികു വശത്ത് ഒന്നും കൂടി ഒന്ന് ചേരാനുണ്ട്. കണ്ടോ, ഈ അറ്റത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ അറ്റത്ത് മാത്രം ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല സെറ്റായി. ഈ അറ്റത്ത് അതിൻ്റെ പിടിയോട് ചേർന്ന ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് ശരിയാവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഉണ്ടോ, ഈ രീതിയിൽ നമുക്കൊന്ന് അരികു ഭാഗത്ത് നമ്മൾ പിടിക്കുന്ന ആ പിടിയുടെ അരിഭാഗത്ത് സ്വല്പം കൂടി നമുക്ക് ഒട്ടിക്കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് പൊതിഞ്ഞ് വെച്ച് നന്നായിട്ട് ഒന്നും കൂടി തേച്ച് കൊടുക്കുകയാണ് അറ്റഭാഗം. ഉണ്ടോ, തേപ്പൂട്ടി നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. ആ ചൂടിൽ തന്നെയാണ് നമ്മൾ തേക്കുന്നത്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇത്രയും മതിയാവും. ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരിയും കൂടി ലൂസായിട്ട് കിടക്കണ പോലെ എനിക്ക് തോന്നി. 2 പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പേപ്പറിലേക്ക് മാറ്റി ഒരു ഇച്ചിരി കൂടി നൈസായിട്ട് 2 പേപ്പറില്ലാത്ത വിധത്തിൽ ഒറ്റ പേപ്പറാക്കി അരികു ഭാഗം സ്വല്പം കൂടി ഒന്ന് വിട്ട് കിടക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഒന്ന് ഒറ്റ പേപ്പർ വെച്ച് ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ചെടുത്തു. 2 പേപ്പർ വയ്ക്കുമ്പോൾ അത്രയും ചൂട് ചെല്ലത്തില്ലല്ലോ, എന്നാലും നമ്മളുടെ മേൽഭാഗം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടി. അപ്പോൾ ഒറ്റ പേപ്പർ വെച്ച് ഒന്നും കൂടി ഒന്ന് അരികു ഭാഗം തേച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മളുടെ ചൂല ഒതുക്കി ഇതുപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ അത് പോകത്തുമില്ല. അത് അവിടെ ഒട്ടിയിരുന്ന് ഇനി അത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചൂല ഒടിഞ്ഞും പോകത്തില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും പുൽച്ചൂലാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഒതുക്കി വെച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒതുക്കി വയ്ക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് അടിക്കുവാനായിട്ട് സാധിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. കണ്ടോ, ഇപ്പോൾ നമ്മൾക്ക് സൂപ്പറായിട്ട് അടിക്കാം. നമ്മളുടെ ചൂല് നമ്മൾക്ക് വളരെ കാലം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഓക്കേ.